കോൺഗ്രസ്സുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് പോയോ? പോയില്ല. ആരാ പോയത്? ലീഗാര് വട്ടട്ട് ചർച്ചയാണ് എങ്ങനെ ഒപ്പിച്ച്. അതാ ഒല്ലിക്കറിയുണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? അവസാനത്തെ യാത്ര തുടങ്ങുമ്പോ, മരിച്ചു കിടക്കുമ്പോ, ആ മരണ വീട്ടിൽ സകല മതവിശ്വാസികളുടെയും വീടുകളിൽ സുഗന്ധം പരത്തി എരിഞ്ഞു കത്തുന്ന സാധനത്തിന്റെ പേര് ചന്ദനത്തിരി. ചന്ദനത്തിരിയുടെ പാക്കറ്റ് എടുത്ത് നോക്ക് നിങ്ങൾ. ആ പാക്കറ്റിന്റെ മുകളിൽ കാണാം ഇൻക്ലൂഡഡ് ടാക്സ്. നിങ്ങൾ ആദ്യമായി കുഞ്ഞു ജനിച്ചപ്പോ വാങ്ങിയ ബേബി സോപ്പിന്റെ പുറത്തെടുത്ത് നോക്ക്. അവിടെ നിങ്ങൾക്ക് കാണാം ഇൻക്ലൂഡഡ് ടാക്സ്. ജനിച്ച നാള് മുതൽ മരിച്ച നാള് വരെ ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണം, ആ നികുതി പണം GST എന്ന പേരിൽ കൊണ്ടുപോയി ഈ നാടിന് തിരിച്ചു തരാത്തവർ ഇല്ലേ, അവരോടാ ഞങ്ങൾ പറഞ്ഞു തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. DYFI 25 വീടുണ്ടാക്കുന്നു പറഞ്ഞപ്പോ വേറൊരു കൂട്ടർ പറഞ്ഞില്ലല്ലോ 30 വീടുണ്ടാക്കും. ആരാ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ്. ആരാ പ്രസിഡന്റ്? രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്ത്രീകൾ ചാടിപ്പോണ്ട, ഞാൻ കൂടുതലൊന്നും പറയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താക്കി കോൺഗ്രസ് എങ്ങനെന്ന് പറ. ഇവിടെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, എനിക്കറിയാം. അവര് DYFI പിരിവെടുത്തപ്പോ ഓരോ പഞ്ചായത്തിന്റെയും ഓരോ മേഖലയുടെയും കൃത്യമായ കണക്ക്, ഓരോ ജില്ല തിരിച്ചുള്ള കണക്ക്, സംസ്ഥാനം കിട്ടിയ കണക്ക് അങ്ങനെ കൊടുത്തു. നവമാധ്യമത്തിൽ, ഫേസ്ബുക്കിൽ ചില സ്ഥലങ്ങളിലെ യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ട ഓർമ്മ കുറ്റ്യാടിയും പേരാമ്പ്രയും വടകരയ 2.5 2.25 എല്ലാം ലക്ഷമാണ് എന്റെ ഓർമ്മയിൽ. മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മ. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ബിരിയാണി ചാലഞ്ചാണ്, പൊറാട്ട ചാലഞ്ച് നടത്തി. എന്താ പൊറാട്ട ചാലഞ്ച്? 2 പൊറാട്ട 1 കോഴിക്കറി. എത്രയാ വില? 60 രൂപ. നവമാധ്യമത്തിൽ വന്നതാ. 1-2 മാസം കഴിഞ്ഞപ്പോ ആ ചാലഞ്ചിൽ പങ്കെടുത്ത 4001 പേർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അറിയിപ്പ് വന്നു. അപ്പൊ എത്ര പണം? 4001 ഗുണിക്കണം 60, 54 20 64 24 2,40,060 മട്ടന്നൂർ കൊടുത്തു. ഈ കേരളത്തിൽ 140 നിയോജകമണ്ഡലങ്ങളുണ്ട്. 2 കോടി വെച്ചാൽ എത്രയുണ്ടാവും? ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് 2 ലക്ഷം വെച്ച് കൂട്ടിച്ചാൽ എത്ര ഉണ്ടാവും? ഇല്ലേ? 2 കോടി 80 ലക്ഷം, 3 കോടി ഉണ്ടാവണം. എവിടെ പോയി പൈസ? ഈ ചോദ്യം കോൺഗ്രസിനകത്ത് നിന്ന്, യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് നിന്ന് വന്നപ്പോ മറ്റോ ശങ്കരാടിന്റെ രേഖ അതാ 85 ലക്ഷം ഉണ്ട്. എവിടുന്ന് വന്നു? എത്ര കിട്ടി? എങ്ങനെ ചെലവാക്കി? വല്ല കണക്കും അതിലുണ്ടോ? ഇല്ല. ആ പണം എന്തായി? ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ കേരളം കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ? കൺമുമ്പിൽ കണ്ട സ്ത്രീരൂപങ്ങൾ. 18 വയസ്സുള്ള KSUവിന്റെ ചെറുപ്പക്കാരി മുതൽ ചെന്നിത്തലയുടെയും MI ശരവാസിന്റെയും കൂടെ പ്രവർത്തിച്ച 69-70 വയസ്സുള്ള സ്ത്രീകളടക്കം കൺമുമ്പിൽ കണ്ട സകല സ്ത്രീരൂപങ്ങളെയും ഭോഗവസ്തുവായി കണ്ട് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി ഭോഗിച്ചു തീർത്തു ഒരുത്തൻ. പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയോട് പോലും ഈ ചാലഞ്ചിന് വേണ്ടി 5000 വാങ്ങിയതിന്റെ കഥ കോടതി കിടക്കുക. കേരളത്തിന്റെ വയനാടിലെ മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ ലക്ഷങ്ങൾ കീശയിലാക്കി ആ പണം കൊണ്ട് പെൺകുട്ടികളെ പ്രണയിച്ച്, അല്ലെങ്കിൽ സ്ത്രീകളെ പ്രണയിച്ച് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ച് മുറിക്കകത്തേക്ക് കടന്നാൽ പുലിയെ പോലെ കടിച്ചു കയറി മാനഭംഗപ്പെടുത്തുക. പരാതികളിൽ 3 തത്തുല്യം. ആ സ്ത്രീകളോട് പറയാണ്, നിന്നിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ശരിയാണെന്ന് വിശ്വസിച്ച് ഗർഭപാത്രത്തിൽ കുഞ്ഞ്, ഇവന്റെ കുഞ്ഞ് വളരാൻ തുടങ്ങുമ്പോ ആ വിവരം ഇവള് പറയുമ്പോ പറയാണ്, അതിനെ നശിപ്പിക്കാൻ തയ്യാറല്ല എന്ന് ആ മാതൃത്വം പറയുമ്പോ, നിന്നെയും നിന്റെ കുട്ടിയെയും കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മതിയെന്ന് കേരളത്തിലെ ഒരു ജനപ്രതിനിധി പറയുന്ന ശബ്ദം ഈ നാട് കേട്ടു. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇത് പറയുമ്പോ പറയും പീഡന കഥ പലതുമില്ല ഉണ്ട്, എല്ലാ പാർട്ടിയിലുണ്ട്. ആരും മോശക്കാരാണ് നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതുണ്ടാവും. ഒരാണും ഒരു പെണ്ണും. എന്റെ മതവിശ്വാസ പ്രകാരം ആദ്യ പിതാവിന്റെ പേര് ആദം നബീനാണ്, ഭാര്യയുടെ പേര് അവ്വാവുമാണ്. ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം ആദ്യ പിതാവ് ആദമാണ്, ഭാര്യ അവ്വാവുമാണ്. എവിടെ താമസിക്കുന്നത്? സ്വർഗത്തിൽ. കളിച്ചുല്ലസിച്ച് അവിടെ താമസിക്കുന്ന സമയത്ത് എക്സൈസ് കമ്മീഷണർ അല്ല വന്ന് ക്ലാസ് എടുത്തത്. പടച്ച തമ്പുരാൻ വന്നിട്ട് അവരോട് പറഞ്ഞു, വിലക്കപ്പെട്ട കനി അത് ഭക്ഷിക്കരുത് എന്ന്. കേട്ടോ, പോയി തിന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അലാക്കിന്റെ അവിലും കഞ്ഞിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അല്ലേ? മനുഷ്യ സഹജമാണ്. വിലക്കപ്പെട്ട കനി തിന്നും. അങ്ങനെ പീഡിപ്പിക്കുമ്പോ ഒരു പുരുഷൻ ഒരു സ്ത്രീ ഇതാണ്ടാകുക. അതിന്റെ പേരിൽ ഞങ്ങൾ ചിലരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അവര് തെറ്റുകാരല്ലാന്ന് തെളിയിച്ചു വന്നപ്പോ അവർക്ക് സ്ഥാനമാനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്.
ഞങ്ങൾ ഒരാളെയും ജയിലിൽ പോയിട്ട് മാലയിട്ട് സ്വീകരിക്കാൻ നിന്നിട്ടില്ല. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ഇല്ലേ? അങ്ങനെ ഉണ്ടാവും. പിന്നെ അത് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞ 18 വയസ്സുള്ള KSUക്കാർ മുതൽ തുടങ്ങിയിട്ട് 70 വയസ്സുള്ള സ്ത്രീകളടക്കം ഈ അടുത്താരോ പറഞ്ഞു IAS കാരിയായ പെണ്ണുങ്ങളുണ്ട്. ഇങ്ങനെ പോയാൽ പാലക്കാട് നിന്ന് ഇവന് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ പോകുന്ന എനിക്ക് തോന്നുന്നു. ഇല്ലേ? സാന്ദർഭികമായിട്ട് ഒരു കാര്യം പറയാം. ഇയാളെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കോൺഗ്രസ് ഇയാൾക്ക് വേണ്ടി നവമാധ്യമത്തിൽ ഇപ്പോഴും വാദിക്കുന്നു. കോൺഗ്രസിനേക്കാളും കൂടുതൽ നവമാധ്യമത്തിൽ വാദിക്കുന്ന ആരാറിയോ? പച്ചപ്പട മുസ്ലിം ലീഗ്. കേരളത്തിന്റെ നിയമസഭയിൽ ഇയാൾ രണ്ടാമത് വന്നല്ലോ, കോൺഗ്രസ് അല്ലാതെ. ഒറ്റ കോൺഗ്രസ്സുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് പോയോ? പോയില്ല. ആരാ പോയത്? ലീഗാര് വട്ടട്ട് ചർച്ചയാണ് എങ്ങനെ ഒപ്പിച്ച്. അതാ ഒല്ലിക്കറിയുണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു.